കാലികമായ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാൻ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ള മീറ്റ് ദ പ്രസ്സിൽ നമ്മുടെ അതിഥി KPCCയുടെ പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ MP ആണ്. അദ്ദേഹത്തെ തിരുവനന്തപുരം പ്രസ് ക്ലബിന് വേണ്ടി ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സമർപ്പിക്കാൻ സെക്രട്ടറി ശ്രീ രാജേഷ് രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. നമ്മുടെ KPC ഓഫീസിൽ നട്ടാൽ മതി. നമ്മുടെ KPC ഓഫീസിൽ തന്നെ നട്ടാൽ മതി. KPCC അധ്യക്ഷനായതിനു ശേഷം പലവട്ടം ഇതുപോലെ ഒരു മീറ്റ് ദ പ്രസിന് വേണ്ടി ഇതിൻ്റെ സംഘാടകരനെ നിർബന്ധിച്ചിരുന്നു. 1-2 പ്രാവശ്യം ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷേ ആകസ്മികമായി ഉണ്ടായ കുറേ പരിപാടികൾ വന്നതുകൊണ്ട് മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് പ്രയാസമുണ്ട്. ആ പ്രയാസം ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് കലങ്ങി മറിയാണ്. വികസന പ്രോജക്റ്റുകൾ കൊണ്ടും രാഷ്ട്രീയ സംവാദങ്ങൾ കൊണ്ടും കലുഷിതമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം. ഇതിൻ്റെ എല്ലാം മധ്യത്തിലാണ് ഇടുക്കിയിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അതിദാരുണമായ സംഭവം ഉണ്ടായത്. എല്ലാ ആളുകളുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന സംഭവമാണ്. ആര് മരിച്ചാലും മരണം എപ്പോഴും ദുഃഖവും വേദനാജനകവുമാണ്. കാര്യകാരണങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകാം. പക്ഷേ വിലപ്പെട്ടൊരു മനുഷ്യജീവൻ അക്രമ രാഷ്ട്രീയത്തിൻ്റെ രക്തസാക്ഷിയാകുന്നത് കേരളത്തിന് ഇത് ഇതംപ്രദമല്ലെങ്കിലും ഒരുപാട് അനുഭവങ്ങളുള്ള നാടാണ് നമ്മുടെ നാട്. എന്നാലും പുതുതായി കടന്നു വരുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മളെല്ലാം നോവിക്കും. മകനെ പഠിപ്പിച്ച് വളർത്തി അവൻ വളരുന്നതും അവൻ നാളെ ഉന്നത ജോലിയിലെത്തുന്നതും കുടുംബത്തെ സഹായിക്കുന്നതുമൊക്കെ സ്വപ്നം കാണുന്ന അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിൻ്റെ അകത്ത് ഈയൊരു സംഭവം ഉണ്ടാക്കുന്ന ചലനങ്ങൾ, അതിൻ്റെ ആഴവും പരപ്പും ഞങ്ങൾക്കെല്ലാം ഉൾക്കൊള്ളാം. നിരവധി അക്രമ സംഭവത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളുടെ മൃതശരീരം കണ്ണൂർ ജില്ലാ സംഘർഷ രാഷ്ട്രീയത്തിൽ മാഹിപ്പുഴ തീരത്ത് നിന്ന് ഏറ്റെടുത്തവനാണ് ഞാൻ. ഒരുപാട് കുടുംബത്തിൻ്റെ ദുഃഖം നേരിൽ കണ്ട് അനുഭവിക്കുന്നവനും ഇന്നും ആ കുടുംബത്തിൻ്റെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഒരാളുമാണ് ഞാൻ. അതുകൊണ്ട് വേർപാടിൻ്റെ ദുഃഖം, ഒരു ചെറുപ്പക്കാരൻ്റെ അന്ത്യം, ദാരുണമായ അന്ത്യം, കുടുംബാംഗങ്ങളിൽ ഉണ്ടാകുന്ന ചലനങ്ങളും കുടുംബാംഗങ്ങളുടെ ദുഃഖവും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് കേരള പ്രദേശ് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ഞാൻ. കല്ലല്ല എൻ്റെ മനസ്സ്, ഇരുമ്പല്ല എൻ്റെ മനസ്സ്. മനുഷ്യത്വം വളരെയേറെ ആഴത്തിലും പരപ്പിലും കാത്തു സൂക്ഷിക്കുന്ന ഒരു സാധാരണ പ്രവർത്തകനാണ് ഞാൻ. ഈ സംഭവം വന്നപ്പോൾ എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താൻ ഇടതുപക്ഷം CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ എനിക്ക് പുത്തരിയല്ല, പക്ഷേ എനിക്ക് അത്ഭുതമാണ്. ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ SFI KSU സംഘർഷം എന്നതിന് പറയാമോ എന്ന് എനിക്കറിയില്ല. ഏകപക്ഷീയമായ അക്രമമാണ്. കേരളത്തിൻ്റെ ഏത് കോളേജുകൾ എടുത്താലും 60-65% കോളേജുകളിലും SFIയുടെ അക്രമത്തിന് ഇരയാകുന്ന കോളേജ് ക്യാമ്പസുകളാണ്. എത്രയോ വർഷങ്ങളായി കോളേജ് ക്യാമ്പസുകളിൽ അക്രമം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SFI.
ഈ കോളേജിലെ സംഭവത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ എനിക്കറിയാം, സത്യം നിങ്ങൾക്കറിയാം പലപ്പോഴും. പക്ഷേ പലപ്പോഴും നിങ്ങളത് സത്യം വെളിച്ചത്ത് പറയാറില്ല. ബന്ധനങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളെ മുമ്പിൽ നടത്തുമ്പോൾ, നിങ്ങളെ മുകളിൽ നടത്തുമ്പോൾ നിശബ്ദരാകുന്ന മാധ്യമങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്, നിശബ്ദമാകുന്ന സമൂഹത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിതിലൊന്നും ഒരു പുത്തരിയല്ല. പക്ഷേ അതിനെ ആ മരണത്തിൽ ദുഃഖിച്ചില്ല എന്ന് പറയുന്നത് ക്രൂരമാണ്. ധീരജിന്റെ കുടുംബം കോൺഗ്രസ് കുടുംബമാണ്. ഞാൻ ആ കുടുംബത്തെ തള്ളി പറയുമെന്ന് നിങ്ങൾ കരുതരുത്. ഇപ്പോഴും തള്ളി പറയുന്നില്ല. ആ കുടുംബത്തെ ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. പോകാൻ പറ്റില്ല, പോകണമെന്ന് ആഗ്രഹമുണ്ട്. എന്തുകൊണ്ട് പോകാൻ പറ്റില്ല? ഞാൻ അവിടെ പോയാൽ അതിന്റെ ദുരന്തം അനുഭവിക്കേണ്ടി വരുക ധീരജിന്റെ കുടുംബങ്ങളാണ്. നിങ്ങൾ ഓർക്കണം, ഇത്രയും ദയനീയമായ, ഇത്രയും വേദനാജനകമായ ഒരു വാർത്ത കണ്ണൂരിൽ എത്തിയപ്പോ കണ്ണൂരിലെ CPMന്റെ പ്രാദേശിക നേതൃത്വം മിനിറ്റ് വെച്ച് ധീരജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ശവകുടീരം കെട്ടിപ്പൊക്കാനുള്ള 8 സെന്റ് സ്ഥലം വില കൊടുത്തു വാങ്ങി എന്ന് പറഞ്ഞാൽ വീട്ടുകാർ സമ്മതിച്ചോ എന്നെനിക്കറിയില്ല. വീട്ടുകാരുടെ അഭിലാഷം വീട്ടുപറമ്പത്ത് വെക്കണം എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. പക്ഷേ അവിടെയല്ല വെക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് പാർട്ടിയാണ്. അച്ഛനും അമ്മയും CPM അല്ല. ധീരജ് കാമ്പസ് രാഷ്ട്രീയത്തിലൂടെ ഇടതുപക്ഷത്തിലേക്ക് തോന്നയാളാണ്. വീട്ടുപറമ്പത്ത് വെക്കണമെന്ന് കുടുംബം പറഞ്ഞിട്ടും 8 സെന്റ് സ്ഥലം വിലക്കെടുത്ത് വാങ്ങി ശവകുടീരം കെട്ടിപ്പൊക്കി ആഘോഷമാക്കി മാറ്റാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മനസ്സ് നിങ്ങൾ തൊട്ടറിയണം. നിങ്ങൾക്കറിയാം, അവിടെ മാത്രമല്ല ആഘോഷം ഉണ്ടായത്. ആഘോഷം തകർത്തില്ലേ? തിരുവാതിര കളി കൊണ്ട് പിണറായി വിജയനെ ഉയർത്തിയില്ലേ? നാട്ടുകാർ നടത്തിയതല്ല പരിപാടി. ഉത്തരവാദപ്പെട്ട നേതാക്കൾ, പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവടക്കം പങ്കെടുത്ത് വേദിക്കകത്തിരുന്ന് ആസ്വദിച്ച് കൈമുട്ടി വിരൽ ചൂട്ടി മുഖഭാവം കൊണ്ട് ആ പൂരക്കളി ആസ്വദിച്ചു. ചിത്രം നിങ്ങളൊക്കെ കണ്ടു കാണും. മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വെച്ച ആശുപത്രിയുടെ പരിസരത്ത് വന്ന് CPMന്റെ നേതാവ് MM മണി അവിടെ ഇരുന്ന് അദ്ദേഹം പൊട്ടിച്ചിരിച്ച് പരസ്പരം ആസ്വദിച്ച് പൊട്ടിച്ചിരിക്കുന്ന MM മണിയുടെ പടം നിങ്ങൾ കണ്ടു. ഒരു ചെറുപ്പക്കാരന്റെ നിശ്ചലമായ ശരീരം പോസ്റ്റ്മോർട്ടം മുറിയിൽ നിൽക്കുമ്പോൾ അതിന്റെ മുന്നിൽ പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്ന MM മണി ദയാലുവായ മഹാനുഭാവൻ. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ നടത്തിയ ഗൂഢാലോചന എന്തുദ്ദേശിച്ചാണെന്ന് എനിക്കറിയില്ല. എനിക്കതിന് ആശങ്കയുമില്ല, ഭയപ്പാടുമില്ല, ആശയ സംഘർഷവുമില്ല, ഒന്നുമില്ല. ഞാൻ ഇതൊക്കെ ഒരുപാട് കണ്ടു വളർന്ന് തഴമ്പിച്ചു വന്ന രാഷ്ട്രീയ പ്രവർത്തകൻ. CPMന്റെ എല്ലാ കുടില തന്ത്രങ്ങൾക്ക് മുൻപിലും നെഞ്ചു വിരിച്ചു നിന്ന് അതിനെ അതിജീവിച്ച് അഗ്നി പരീക്ഷ കടന്ന്, കടല് കടന്ന്, തിരമാല നീന്തി കടന്ന്, അക്രമത്തെയും മരണത്തെയും മുഖാമുഖം കണ്ട് അതിനെ കടന്ന് രാഷ്ട്രീയത്തിൽ ജീവിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ മറ്റ് രാഷ്ട്രീയക്കാരെ പോലെയല്ല. അതുകൊണ്ട് അനുഭവ സമ്പത്ത് എനിക്ക് ഒരുപാടുണ്ട്. എന്റെ ഒരുപാട് ചെറുപ്പക്കാർ ഇതുപോലെ മരിച്ചു വീണപ്പോഴൊക്കെ CPMന്റെ ആളുകളുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് ഈ രാജ്യത്തറിയാം. ഞാൻ അനുശോചനം പറഞ്ഞില്ല, അല്ലെങ്കിൽ ദുഃഖം രേഖപ്പെടുത്തി മാധ്യമങ്ങളോട് പറഞ്ഞില്ല.
അല്ലെങ്കിൽ അപലപിച്ചില്ല എന്നതല്ലേ എനിക്ക് നേരെ ഉയർത്തിയ ആരോപണം. ഞാൻ കൊല്ലത്ത് 2ാമത്തെ ദിവസം കൊല്ലത്തെത്തിയപ്പോൾ കൊല്ലത്ത് മാധ്യമങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ എനിക്കതിലൊന്നും മടിയില്ല. കാരണം അവനൊക്കെ അതിന് വിധിക്കപ്പെട്ട ഒരു ഇര മാത്രമാണ്. വിധിക്കപ്പെട്ട ആര് വിധിക്കപ്പെട്ട CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അക്രമം, അതിലെ കരുക്കളാണ് ആ കുട്ടികളൊക്കെ. അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്ന അന്നു മുതൽ അവിടെ എത്ര സംഘർഷം നടന്നു എന്ന് മാധ്യമങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എത്ര സംഘർഷം നടന്നു? 4-5 സംഘർഷങ്ങൾ നടന്നു. KSUക്കാർക്ക് ക്യാമ്പസിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്ത ചുറ്റുപാടുണ്ടായി. വനിതാ KSU പ്രവർത്തകരെ വരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി പ്രവർത്തിക്കാൻ സാധിക്കില്ലെന്ന ഘട്ടം വന്നപ്പോ അവരുടെ നിസ്സഹായാവസ്ഥയിൽ സഹായിക്കാൻ പ്രാദേശിക തലത്തിലെ യൂത്ത് കോൺഗ്രസുകാരും യൂത്ത് കോൺഗ്രസുകാർ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. കയറി CPM SFI കൊല്ലാനും കൊത്താനുമല്ല, KSUവിന്റെ കുട്ടികൾക്ക് പരിരക്ഷ നൽകാൻ, അവർക്ക് സംരക്ഷണം നൽകാൻ. പക്ഷെ അതിനും അവസരം കൊടുത്തില്ല CPM. പുറത്തുനിന്ന് ആരുടെ ഇവിടെ വരാനെന്ന് പറഞ്ഞ് വരുന്നവരെയൊക്കെ അപ്പം അടിച്ചോടിച്ചു. അവിടുത്തെ മണ്ഡലത്തിന്റെ കോൺഗ്രസ് പ്രസിഡന്റിനെ തല്ലി ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. ആശുപത്രിയിൽ 3-ാം ദിവസം 30-35 ആളുകൾ വന്ന് അവിടെ കൂട്ടിട്ടടിച്ചു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, മെഡിക്കൽ കോളേജിൽ അടിച്ചു. ഒടുവിൽ അദ്ദേഹത്തെ ഒരു മിഷൻ ആസ്പത്രിയിൽ സംരക്ഷണാർത്ഥം ഒരു മിഷൻ ആസ്പത്രിയിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തതും ഇതിനോടൊപ്പമാണ്. യൂത്ത് കോൺഗ്രസിന്റെ 2-3 പ്രവർത്തകന്മാർക്ക് ഇതിനകം വേണ്ടി കൊണ്ടിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോഴും പൂർണ്ണമായി ഞാൻ ആദ്യം പത്രക്കാർ ചോദിച്ചപ്പോൾ അന്വേഷിച്ച് പറയാമെന്നാണ് പറഞ്ഞത്. അന്വേഷിച്ച് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പുറത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അവിടെ ഉച്ചയോടുകൂടി തന്നെ ക്യാമ്പസിന്റെ കോളേജിന്റെ ഗേറ്റിൽ പുറത്തു നിന്നിരുന്ന 7-8 യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ SFIയുടെയും DYFIയുടെയും നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ വന്ന് 10-40ഓളം വരുന്ന ആളുകൾ വന്ന് പുറത്തുനിന്ന് നിങ്ങൾ ആരുടെ ഇവിടെ നിൽക്കാൻ എന്ന് പറഞ്ഞവരെ തല്ലി. അവരോടി, ചിതറിയോടി. ആ ചിതറിയോട്ടം പല ഭാഗങ്ങളിലായി. ഏതാണ്ട് 300 മീറ്റർ ഓളം ഈ ഒന്നാമത്തെ നിങ്ങൾ കുത്തിക്കൊന്നു എന്ന് പറയുന്ന പൈലി, നിഖിൽ പൈലി, അദ്ദേഹം ഓടി, അദ്ദേഹത്തിന്റെ പിറകെ ഓടി, അദ്ദേഹത്തെ വളഞ്ഞിട്ടു. കൂടെ ഓടി കൂടെ പരിക്ക് പറ്റിയ ആൾ കൊടുത്ത വിശദീകരണം നിങ്ങൾ ചാനലിൽ കണ്ടിട്ടുണ്ടാകും. മറ്റൊരു ചാനലുമല്ല, സാക്ഷാൽ കൈരളി ചാനൽ. എന്താ കുട്ടികൾ പറഞ്ഞത്? ഞങ്ങൾ അവനെ ഓടിച്ചു, അവൻ ഓടി, അവന്റെ പിറകിൽ ഞങ്ങൾ ഓടി, ഒടുവിൽ തടഞ്ഞു വീണു. പിന്നെ എന്ത് സംഭവിച്ചുവെന്നറിയില്ല. ധീരജ് വീഴുന്നത് കണ്ടു, പക്ഷേ കുത്തുന്നത് കണ്ടില്ല. ആണോ? ഞാനീ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ധീരജിനെ കുത്തുന്നത് കണ്ടില്ല, ഇടികൊണ്ട് വീണെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാണ്. ഇടികൊണ്ട് വീണതാണെന്നാണ്. അപ്പോ ആരാണ് കുത്തിയത്? ആ കുട്ടികൾക്ക് കുത്തു കിട്ടിയത് പോലും ആര് എന്നവർക്ക് പറയാൻ പറ്റുന്നില്ല. ആര് കുത്തി? അവർക്കും പരിക്കുണ്ട്, ധീരജിന് പരിക്കുണ്ട്. ആ ധീരജ് മരിക്കുന്നു. മരിച്ചതിന്റെ ഉത്തരവാദിത്വം KSUവിന്റെ പുറത്ത് എങ്ങനെ വരുന്നു? കോൺഗ്രസിന്റെ പുറത്ത് എങ്ങനെ വരുന്നു? മരണപ്പെട്ടു, സങ്കടം, ദുഃഖം, ഒരു തർക്കമില്ല, ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഒരു ജീവനാണ്, കുടുംബത്തിന്റെ ഒരു പ്രതീക്ഷയായ ചെറിയവനാണ്, ഒരു കുട്ടിയാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു. ആ അനുകമ്പ നമ്മുടെ മനസ്സിന്റെ അകത്തുണ്ട്. പക്ഷേ കേരള KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകന്മാർ ബോധപൂർവം അവിടെ അക്രമം ഉണ്ടാക്കാൻ ശ്രമിച്ചോ? ബോധം CPM SFI കുട്ടികൾക്ക് നേടി അവർ അക്രമമായിട്ട് പോയോ? അവർ ക്ലാസുകൾ കയറി ഭീഷണിപ്പെടുത്തിയോ?
പ്രവർത്തന രംഗത്തിരിക്കുന്ന SFI കുട്ടികളെ വളഞ്ഞു വെച്ച് ആക്രമിച്ചോ? ഒരൊറ്റ ആക്രമിച്ച ഒരു സംഭവം, ഒരു ഇൻസിഡൻസ് പറയാമോ? നിരവധി വട്ടം പോലീസുകാർ, 4-5 വട്ടം പോലീസുകാർ ഇവരെ ഒഴിവാക്കാൻ നോക്കി. പക്ഷേ ഒഴിവായി പോയില്ല. ആര്? SFIയുടെ കുട്ടികൾ. ധീരജ് കുത്തുകിട്ടി വീണു. ആശുപത്രിയിൽ എത്തിക്കാൻ പറഞ്ഞു. പോലീസിന്റെ പ്രതികരണം എന്തായിരുന്നു? അവളെ കിടക്കട്ടെ. എന്തുകൊണ്ടാ പോലീസ് അങ്ങനെ പറഞ്ഞ്? അങ്ങനെ പറയാവോ? ഗുരുതരമായി പരിക്കേറ്റ് ആളുകളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കേണ്ടുന്ന പോലീസ് എന്തുകൊണ്ട് അവളെ കിടക്കട്ടെ എന്ന് പറഞ്ഞത്? പോലീസും മടുത്തു നിൽക്കുക. ഇവരെ വിരട്ടാനും തുരത്താനും നിരവധി വട്ടം ശ്രമിച്ചിട്ടും മാറാതെ പിന്നെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും പോലീസുകാരന്റെ മനസ്സിൽ വരുന്ന ഒരു ഇറിറ്റേഷനാണത്. ഞാൻ ന്യായീകരിക്കുന്നില്ല, അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ആ ഗുരുതരമാണ് എന്ന് തോന്നിയിട്ടോ തോന്നാനിട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കേണ്ടതായിരുന്നു എന്നത് യാതൊരു തർക്കമല്ല സംഗതിയാ. അതിന് ഞങ്ങളല്ല മറുപടി പറയേണ്ടുന്നത്. അതിന് കേരളത്തിലെ പോലീസിന്റെ ഭരണം നടത്തുന്ന ഗവൺമെന്റാ മറുപടി പറയേണ്ടത്. പോലീസുകാർക്ക് പോലും ശല്യക്കാരായി തോന്നി എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. അങ്ങനെ നിരന്തര സംഘർഷത്തിൽ ആകസ്മികമായി ഒരു ദുരന്തം സംഭവിച്ചതിന്റെ ദുരന്തം KPCC അധ്യക്ഷന്റെ തലയിൽ കെട്ടി എനിക്കെതിരെ പ്രസ്താവനകളും പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും മുഴക്കി രാജ്യത്തുടനീളം കോൺഗ്രസിന്റെ ലക്ഷക്കണക്കിന് രൂപയുടെ ആഫീസുകളും കൊടികളും കൊടിമരങ്ങളും ബോർഡുകളും ഷെൽട്ടറുകളും അടിച്ചു തകർത്ത് ഇന്നലെ തളിപ്പറമ്പിൽ ഗാന്ധിജിയുടെ സ്റ്റാച്യുവിന്റെ തല വരെ അടിച്ചു പൊട്ടിച്ചു. ഞാൻ മാധ്യമങ്ങളോടും ഈ കേരളത്തിലെ പൊതുസമൂഹത്തോടും ചോദിക്കുന്നു, എത്ര കൊലപാതകം നമ്മൾ കണ്ടിട്ടുണ്ട് രാജ്യത്ത്? ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു കൊലപാതകത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അത് ആഘോഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇവിടെ ആഘോഷമായിരുന്നു. ആ ആഘോഷത്തിന്റെ പിറകിലുള്ള സന്തോഷത്തിന്റെ കാരണം എന്താ? ആഘോഷിക്കുമ്പോൾ ആഘോഷത്തിന്റെ പിറകിൽ സന്തോഷം ഉണ്ടാവില്ലേ? ഈ മരണത്തിൽ എന്താണ് അവർക്കൊരു സന്തോഷം? ഒരു ഇര കിട്ടി എന്നതാണ്, ഒരു രക്തസാക്ഷി കിട്ടി എന്നതാണ്. കുടുംബക്കാരുടെ താല്പര്യത്തെ പോലും നിഹനിച്ചുകൊണ്ടാ ശവകുടീരം കെട്ടിപ്പൊക്കാൻ സ്ഥലമെടുത്തത്. അപ്പോ CPM സന്തോഷമാണ് അതിന്റെ അകത്ത്. എന്തുകൊണ്ട് അവർക്കിതൊരു പ്രശ്നമല്ല? കാരണം തിരുവാതിര കളിയിൽ പാടിയ പാട്ട് നിങ്ങൾ കേട്ടില്ലേ? എന്താ പാട്ട്? ഞാൻ പാടണം? വേണ്ട. ഞാൻ CPM-ഓട് ചോദിക്കുക, കോടിയേരി ബാലകൃഷ്ണനോട് ചോദിക്കുക, ഇതുപോലെയായിരുന്നു മിസ്റ്റർ പി ജയരാജൻ. ഓർമ്മയുണ്ടോ? PJ ആർമി, കണ്ണൂർ ജില്ലയിലെ PJ ആർമി ഇതുപോലെയായിരുന്നു. ജയരാജനെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ട് വന്നു. പിണറായി പ്രസംഗിക്കാൻ വന്ന സ്റ്റേജിൽ പാട്ടുപാടി. എന്താ പിണറായിയുടെ പാർട്ടിയും ചെയ്തത്? ജയരാജനോട് അത് തള്ളിപ്പറയാൻ പറഞ്ഞു. ജയരാജന്റെ പേരിൽ നടപടിയെടുത്തു. വർഷങ്ങളോളം ജയരാജനെ പുറത്തു നിർത്തി. അതിനുശേഷം ഇപ്പം എടുത്തതിന്റെ സാഹചര്യം ഞാൻ പിന്നീട് പറയാം. അദ്ദേഹത്തെ തൽക്കാലം ഖാദി ബോർഡിന്റെ ചെയർമാനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നു, ഈ പിണറായി വിജയന് അനുകൂലമായി ഇന്നലെ നടന്ന ഈ സംഭവത്തിൽ കോടിയേരി ബാലകൃഷ്ണന് സംസ്ഥാന സെക്രട്ടറിക്ക് നട്ടലുണ്ടോ? പി ജയരാജനോട് CPM കാണിച്ച അതേ നയം പിണറായി വിജയനോട് കാണിക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. സാധിക്കുമോ? ചിന്തിക്കോ? ചെയ്യോ? രണ്ടാൾക്ക് രണ്ട് നീതി, അത് ശരിയല്ലല്ലോ. ഈ സംഭവത്തിന്റെ അകത്ത് എനിക്കുള്ള റോൾ എന്താ? എന്നെ പ്രതികൂട്ടിൽ കയറി നിർത്താൻ എന്താ കാര്യം? KPCC നിർദ്ദേശം കൊടുത്തോ? കോൺഗ്രസ്
ലോക്കൽ പാർട്ടി, പ്രാദേശിക പാർട്ടി ആക്രമിക്കാൻ പറഞ്ഞോ? SFIയുടെയും DYFIയുടെയും ആളുകൾ കോളേജിൽ വന്ന് അരങ്ങ് തകർക്കുമ്പോ യൂത്ത് കോൺഗ്രസും പാർട്ടിയും അവിടെ അരങ്ങ് തകർക്കാൻ തന്നോ? ഒരു സംഘർഷം യേശുവിന്റെ ഭാഗത്തൊന്നുമില്ല. SP-യുടെ സ്റ്റേറ്റ്മെന്റ് മാത്രം അതിന്റെ തെളിവ്. അദ്ദേഹം പത്രസമ്മേളനത്തിൽ ആദ്യം പറഞ്ഞതാണ്, ആരെങ്കിലും അദ്ദേഹത്തോട് പറയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഗൂഢമായി ആലോചിക്കുന്നതിന് മുമ്പോ വസ്തുനിഷ്ഠമായി SP പോലീസ് പത്രവാദികളോട് പറഞ്ഞു, ദൗർഭാഗ്യകരമാണ് ആ സംഭവം, അതിനകത്ത് ഗൂഢാലോചനയില്ല, യാദൃശ്ചികമാണ് ആ സംഭവം. കുത്തി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പിച്ചാത്തി കയ്യിൽ വെച്ചത് എന്ന് ആര് പറഞ്ഞതാ? ജില്ലാ കളക്ടർ അല്ല, ജില്ലാ SP പറഞ്ഞതാണ്. ആ SP-യെ ഭയപ്പെടുത്തിയില്ലേ? എന്തിനാ അദ്ദേഹത്തെ ഭയപ്പെടുത്തിയത്? സത്യം പറഞ്ഞതിന്. CPM-ന്റെ ജില്ലാ സെക്രട്ടറി സത്യം പുറത്തു പറഞ്ഞ SP-ക്കെതിരെ ഭീഷണി മുടക്കി. മാധ്യമങ്ങളോട് കോളേജിന്റെ പരിസരത്ത് വെച്ച് കോളേജിലെ കുട്ടികൾ അവർ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് അതേ ജില്ലാ സെക്രട്ടറി വിലക്കി. കേട്ടിട്ടില്ലേ? ആ കുട്ടികൾ പറഞ്ഞതും കേട്ടില്ലേ? പരിക്കേറ്റ് കടന്നവരും പറഞ്ഞത് കേട്ടില്ലേ? ആരാണ് കുറ്റവാളി? എന്തിന് KPCയുടെ മുകളിൽ തലയെ കയറുന്നു? എന്തിന് കോൺഗ്രസിനെ പ്രതിക്കൂട്ടി നിർത്തുന്നു? ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഇത്രയെങ്കിലും സഹാനുഭൂതിയോടുകൂടി ആ വിഷയത്തെ ഞങ്ങൾ കണ്ടില്ലേ? എന്നാൽ കണ്ണൂർ ജില്ലയിൽ എത്രയോ സംഭവങ്ങൾ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ഇപ്പൊ പിണറായി വിജയന്റെ കാലം മാത്രം എടുക്കാം, ഇത്ര 6 വർഷം കൊണ്ട് കേരളത്തിൽ എത്ര കൊലപാതകം ഉണ്ടായി നിങ്ങൾക്കറിയോ? 54 കൊലപാതകം ഉണ്ടായി. 54 കൊലപാതകത്തിനകത്ത് 28 കൊലപാതകത്തിലും CPM-ആണ് പ്രതികൾ. 28 കേസിലും CPM-ആണ് പ്രതികൾ. 28 CPM, 12 BJP. CPM-ന്റെ ഇപ്പോഴത്തെ പുതിയ ഘടകകക്ഷിയായ SDPI 9 പ്രതികളാണ്. ഒരു CPI പ്രതിയാണ്, ഒരു ലീഗ് പ്രതിയാണ്. ഈ ഒരു കേസാണ് കോൺഗ്രസിന്റെ പേരിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന കേസ്. മരണപ്പെട്ടതിൽ കോൺഗ്രസ് ഉണ്ട് ഒരുപാട്. എവിടെയും കോൺഗ്രസ് തിരിച്ചടിച്ചിട്ടില്ല. ആ സ്റ്റൈലും ആ പതിവും കോൺഗ്രസിനില്ലെന്ന് ആരെ മുമ്പിലും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാനുള്ള നട്ടൽ എനിക്കുണ്ട്. കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 28 ചെറുപ്പക്കാർ എന്റെ ഇടതും വലതും നിന്നവരെ വെട്ടി നുറുക്കി കൊന്നപ്പോഴും CPM-കാരെ എത്ര പേർക്ക് തിരിച്ചു കൊന്നിട്ടുണ്ട് എന്ന് CPM-ന്റെ ജില്ലാ നേതൃത്വം കണക്ക് പറയട്ടെ. എത്ര പേര്? ഒരാളെ, അതും ഒരു യാദൃശ്ചികമായ സംഘടനത്തിൽ. ഞങ്ങളാണോ അക്രമത്തിന്റെ വക്താക്കൾ? ഞങ്ങൾ രാഷ്ട്രീയത്തിൽ അക്രമം കൊണ്ട് രാഷ്ട്രീയ പാർട്ടിയെ വളർത്താനും KSU യൂത്ത് കോൺഗ്രസുകാർക്ക് പരിശീലനം കൊടുക്കാനൊന്നും കോൺഗ്രസ് ഇന്ന് വരെ മെനക്കെട്ടിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമില്ല, അങ്ങനെ ഒരു സംസ്കൃതിയില്ല. ഇന്ത്യ രാജ്യത്ത് സമാധാനത്തിന്റെ, അച്ചടക്കത്തിന്റെ, സമർപ്പണത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന് രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത അഹിംസാ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളോട് ആരും ഞങ്ങളുടെ നേതാക്കന്മാർ ആക്രമിക്കാൻ പറഞ്ഞിട്ടില്ല, അക്രമം നടത്താൻ പറഞ്ഞിട്ടില്ല. കണ്ണൂർ ജില്ലയിൽ എന്നെ ഗുണ്ട എന്ന് പറയുമ്പോഴും എന്റെ ഗുണ്ടാശയത്തിന്റെ രക്തസാക്ഷികൾ CPM-ന്റെ എത്ര പേരെന്ന് പിണറായി കോടിയേരി ബാലകൃഷ്ണൻ എന്ന കണക്ക് പറയട്ടെ. കണ്ണൂർക്കാരനാണല്ലോ കോടിയേരിയും. എത്ര പേർ? പക്ഷെ ഞങ്ങൾ ചെറുത്തു നിന്നിട്ടുണ്ട്. ആ ചെറുത്തുനിൽപ്പ് ഇനിയും തുടരും. വെള്ളക്കാരന്റെ മുമ്പിൽ ഗാന്ധിജി കോൺഗ്രസുകാരെ ചെറുത്തു നിൽക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കേഡർ എന്നൊക്കെ പറയുമ്പോ
സുധാകരനിസം, കേഡറിസം എന്നൊക്കെ പറയുമ്പോ എന്താണ് കേഡർ എന്ന് പഠിക്കണം. കേഡർ എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് പോരാടുന്നവരല്ല കേഡർ. ഗാന്ധിജിയാണ് കേഡർ എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ച മനുഷ്യൻ രാഷ്ട്രീയത്തിൽ. കേഡർ എന്ന് പറയുന്ന പദത്തിന് ഗാന്ധിജി കൊടുത്ത അർത്ഥം സമർപ്പണം എന്നാണ്, സമർപ്പിത പ്രവർത്തകൻ എന്നാണ്. വെടിയുണ്ടക്ക് മുമ്പിലും വെരിമാറ് കാട്ടി സമർപ്പിതമായി ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിറവേറ്റുന്ന സമർപ്പിത ഭടനാണ് കേഡർ. അതിനെയാണ് കേഡർ എന്ന് പറയുമ്പോ കേഡർ, ഞങ്ങൾ നിങ്ങളെ ഗുണ്ടകളെ പോലെ ക്രിമിനലുകളെ പോലെ നിങ്ങൾ വളർത്തുന്ന, നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന, പരിശീലന കളരി കൊടുത്ത്, പരിശീലന ട്രെയിനിങ് കൊടുത്ത് ആക്രമിക്കാൻ, വെട്ടാൻ, കുത്താൻ, വാഴ വെട്ടി ആളെ കഴുത്ത് വെട്ടാൻ പരിശീലിപ്പിക്കുന്ന നിങ്ങളെ രാഷ്ട്രീയ പാരമ്പര്യമല്ല കോൺഗ്രസിന്റെ രാഷ്ട്രീയ പാരമ്പര്യം. ഞങ്ങൾ പഠന ക്ലാസ്സിൽ പ്രത്യശാസ്ത്രപരമായ പഠനമാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ദിവസം വരൂ നെയ്യാർ ഡാമിൽ കോൺഗ്രസിന് ക്ലാസ് കൊടുക്കുന്ന ക്ലാസ്സിലിരിക്കൂ. നിങ്ങൾ എന്ത് ക്ലാസ്സാണ് കൊടുക്കുന്നതെന്ന് പഠിക്കൂ. എന്നിട്ട് കോൺഗ്രസിനെ വിമർശിക്കൂ. കോൺഗ്രസിനെ അറിയൂ ആദ്യം, പഠിക്കൂ കോൺഗ്രസിനെ ആദ്യം. അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്നവരല്ല കോൺഗ്രസ്. പാർട്ടി വളർത്താൻ എന്തും കാണുന്നവരല്ല കോൺഗ്രസ്. ധാർമ്മികതയുടെ അതിർവരമ്പുകൾ വിട്ട് കോൺഗ്രസ് ചിന്തിക്കാറില്ല, പ്രവർത്തിക്കാറില്ല. ഇനിയും അതേ ഉണ്ടാവും. CPM-ന്റെ ഓരോ കൊലപാതകം CPM നടത്തുമ്പോൾ CPM ഏത് കൊലപാതകത്തിലെ ഇപ്പം ഞാൻ അപലപിച്ചില്ല എന്ന് പറയുന്ന CPM-ഓട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ രാജ്യത്ത് നടന്ന ഏത് കൊലപാതകത്തിലാണ് നിങ്ങൾ കൊലപാതകത്തെ അപലപിച്ചത് ഒന്ന് പറയാമോ? എത്ര കൊലപാതകം നിങ്ങൾ നടത്തി? TP ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ജനമനസ്സിൽ ഇന്നും ജീവിക്കുന്ന TP ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടില്ലേ? 51 വെട്ട്, കിരാതമായ 51 വെട്ട് ഒരു മനുഷ്യ ശരീരത്തിൽ. പ്രിയപ്പെട്ട അമ്മ പൊന്നുമകന്റെ മുഖത്ത് അവസാനത്തെ ചുംബനമർപ്പിക്കാൻ ദർശനത്തിന് വെച്ച ബോഡിക്കകത്തെത്തി. ആ അമ്മ പൊട്ടിക്കരഞ്ഞ് കണ്ണീർ വാർത്തുകൊണ്ട് മുഖം താഴ്ത്തി ആ മുഖത്തെടുക്കുമ്പോ ആ ചുണ്ട് വെക്കാൻ ഒരിടം ആ മുഖത്തില്ല. അറിയോ നിങ്ങൾക്ക്? ചുണ്ട് വെക്കേണ്ട ഒരിടം മുഖത്തൊടുവില്ല, വെട്ട. ആ മുറിവിലേക്ക് അമ്മ മുഖമാകുത്തുമ്പോ താങ്ങി പിടിച്ചവർ അമ്മയെ പിടിച്ചു മാറ്റിക്കൊണ്ടുപോയി. കണ്ടു നിന്നവർ എല്ലാം പൊട്ടിക്കരഞ്ഞു. ആ ചന്ദ്രശേഖരൻ മരിച്ചപ്പോഴും ഈ മഹാനായ അഹിംസാവാദി പിണറായി വിജയൻ എന്താ അദ്ദേഹത്തെ വിളിച്ചത്? എന്താ അദ്ദേഹത്തെ കുറിച്ച് പരാമർശിച്ചത്? കുലംകുത്തി എന്ന്. കുലംകുത്തി. അവരാണ് എന്നെ വിമർശിക്കുന്നത്, എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റുന്നത്. കൊലപാതകത്തെ അപലപിക്കാനോ തള്ളിപ്പറയാനോ ഇവരെ ഏതിനാണ് ലക്ഷോപലക്ഷം പ്രവർത്തകരെയും സൈബർ രംഗങ്ങളിലും മാധ്യമങ്ങളിലും ആക്രമിക്കാൻ നടത്തുന്ന ഒരു ശ്രമത്തിനും CPM അനുമതി നൽകാറുണ്ടോ? വെട്ടിപ്പിടിക്കാറില്ലേ? ഇല്ലേ? ആരെയാണ് CPM വ്രതപ്പെട്ടിട്ടുള്ളത്? SFIയിലെ ചെറുപ്പക്കാർ ഒരു കാര്യം ഓർക്കുക, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് സംഘർഷത്തിനിടെ പരിക്ക് പറ്റി മരണാസന്നനായി വഴിയിൽ കിടന്നാൽ എത്തിക്കേണ്ടുന്ന പോലീസ് എത്തിക്കാതിരുന്നത് കൊണ്ടാവാം ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ പോയത്. അതിനും നിങ്ങൾ പ്രതികരിക്കേണ്ടത് എന്നോടല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയോടാ. 6 വർഷമായി ഭരിക്കുന്ന പോലീസിനെ നിഷ്ക്രിയത്വത്തിലേക്ക് മാറ്റിയ നിങ്ങളെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണ്. അവിടുത്തെ SP സത്യം പറഞ്ഞതുകൊണ്ട് അന്വേഷണത്തിൽ നിന്ന് SP-യെ മാറ്റി. വിശ്വസ്തനായ DYSP-ക്ക് അദ്ദേഹം ചാർജ് കൊടുത്തിരിക്കുക. അവർ ആഭ്യന്തര വകുപ്പ് ചാർജ് കൊടുത്തിരിക്കുക. ഇനി കള്ളക്കഥകൾ എഴുതാൻ സ്വന്തം ആളുകളെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായി വെക്കും, ഞങ്ങൾക്കറിയാം. ഇതിലിപ്പോ പ്രതി എന്ന് പറയുന്ന 6 ആളുകൾ ഈ സംഭവവുമായി പുലകുളി ബന്ധം, 5 ആളുകൾ പുലകുളി ബന്ധമില്ലാത്തവരാണ്. പൈലി അതിൻ്റെ അകത്തൊരു ലഗ്നമായിട്ടുണ്ട് ഞങ്ങൾ പറയുന്നു. ഇപ്പോഴും കുത്തിയതാര് എന്ന് വ്യക്തമല്ല. പൈലി കുത്തിയെന്ന് പൈലി ഏടിയും പറഞ്ഞിട്ടില്ല. പോലീസ് പറയുന്നു പൈലി കുത്തി എന്നാണ്. പക്ഷേ പൈലി കുത്തുന്നത് കണ്ടില്ല എന്ന്
കൂട്ടത്തിൽ കുത്തേറ്റവർ പറയുന്നു കുത്തുന്നത് ഞങ്ങൾ കണ്ടില്ല. അപ്പൊ ആര് കുത്തി? അത് പോലീസ് കണ്ടെത്തേണ്ടുന്ന കാര്യമാണ്. അത് കണ്ടെത്തുന്നതിന് മുമ്പ് പൈലിയാണ് കുത്തിയത് എന്ന് വിധി കൽപ്പിക്കുന്നത് അത് വലിയൊരു പാതകമാണ്. ബാക്കി 5 പേർ, ഒരാളും ആ സംഭവ സ്ഥലത്തില്ല എന്ന് ഓർക്കണം നിങ്ങൾ. ഈ പറയുന്ന നികേഷ് പൈലി അവൻ ഓടി 300 മീറ്റർ ദൂരം പോയി അവിടെ വളഞ്ഞിട്ട് അവിടെ വീഴുമ്പോ അവന്റെ കൂടെ ഈ 5 ആളുകൾ, പ്രതികളാക്കിയ 5 ആളുകളിൽ ഒരാൾ പോലുമില്ല. ഒരാൾ പോലീസ് വണ്ടിയിൽ വീട്ടിലേക്ക് രക്ഷപ്പെടുകയാണ്. 2 പേർ 7 കിലോമീറ്റർ അപ്പുറത്ത് ലൊക്കേഷൻ ഉണ്ട്, അതൊക്കെ ലൊക്കേഷൻ മാർക്കുണ്ട്, നിൽക്കുക. മറ്റൊരാളും ഈ സംഭവത്തിൽ പങ്കില്ല. ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് കേസിലെ പ്രതിയാക്കുക വഴി പോലീസ് എന്താ ഭാവിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയില്ല. തോന്നിയവരെയൊക്കെ കേസിൽ പ്രതിയാക്കി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും മുറയിൽ തകർക്കാനാണ് ഈ സംഭവം ദുരുപയോഗം ചെയ്യുന്നതെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും ഗവൺമെന്റ്. തർക്കമൊന്നും വേണ്ട. കൊലപ്പെടുത്തി എന്നാണ് കണക്ക്. 10 കോടിയിലേറെ. ഇവിടെ നമ്മുടെ ബംഗാളിൽ മാത്രം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ? ബംഗാളിൽ മാത്രം 55,000 രാഷ്ട്രീയ എതിരാളികളെ കൊന്നിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ആക്ഷേപമല്ല. മുഖ്യമന്ത്രി ബുദ്ധദേവ ഭട്ടാചാര്യൻ നിയമസഭയിൽ സമ്മതിച്ചിട്ടുള്ളത് 55,000 ആണ് ഔദ്യോഗിക കണക്കെങ്കിൽ എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും? എത്ര പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടാകും? ഭരണം മാറിയതിനു ശേഷം ഇടതുപക്ഷത്തിന്റെ ഒരു മന്ത്രിയുടെ താമസിച്ച ഫാം ഹൗസിൽ നിന്ന് അദ്ദേഹം മാറി പുതിയ മന്ത്രി വന്നപ്പോ അവിടെ എന്തോ ഒരു അപാകതയുണ്ടെന്ന് മനസ്സിലാക്കി അത് പരിശോധിച്ചപ്പോ വലിയ ഒരു കുഴിയാണ്. ആ കുഴിയിൽ നിന്ന്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കോ, ആ കുഴിയിൽ നിന്ന് ഏതാണ്ട് 5,000-ലേറെ ആളുകളുടെ അസ്ഥിപഞ്ജരം കിട്ടിയെന്നാണ്. അസ്ഥിപഞ്ജരം. അവിടെ ഒരു മുറയുണ്ടായിരുന്നു. കൊണ്ടുവരിക, കെട്ടുക, വായ് മൂടി കെട്ടുക, കുഴിയിൽ തള്ളുക, ശ്വാസം പൊട്ടുക, കുഴിയിൽ തള്ളുക, എന്നിട്ട് ഉപ്പിട്ട് മൂടുക. ഉപ്പിട്ട് മൂടിയാൽ എന്താന്ന് ചോദിച്ചാല് ശരീരം വേഗം ദ്രവിച്ചങ്ങ് പോകും. ഇതൊക്കെ ചരിത്രത്തിന്റെ രേഖകളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരു കൊലപാതകം അതൊരു ഹരാണ്, അതൊരു മാർഗമാണ്. ആ മാർഗമല്ല ഞങ്ങളുടെ മാർഗമെന്ന് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഓർമ്മിക്കണം. കേരളത്തിൽ എത്രയോ ചെറുപ്പക്കാർ, ഞാൻ പേരെടുത്ത് പറഞ്ഞാൽ തീരൂല, ആ ഓരോ ആളുകൾ മരിക്കുമ്പോഴും അവരെ കുറിച്ച് അപവാദമേ പറഞ്ഞിട്ടുള്ളൂ, അവരെ അപമാനിച്ചിട്ടേ ഉള്ളൂ. ആ സർവ രക്തസാക്ഷികളെയും അപമാനിച്ചവരാണ്. ഇതിൽ അപലപിച്ചില്ല KPCC പ്രസിഡന്റ് എന്ന് പറഞ്ഞ് ഇതിന്റെ ആരോപണങ്ങൾ, കുറ്റം എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ തമസ്കരിക്കാനും എന്നെ നേരിടാനും അണികൾക്ക് ആവേശം പകരുന്ന രാഷ്ട്രീയ പ്രവർത്തനം അങ്ങ് മാറ്റിവെക്കണം എന്ന് ഞാൻ CPM-കാരോട് പറയാണ്. കടൽ ഒരുപാട് താണ്ടിയവനാണ്, തിരകൾ ഒരുപാട് കടന്നവനാണ്. ഈ ഉമ്മാക്കിയൊന്നും കാട്ടി കോൺഗ്രസിനെ ഇവിടെ ഭയപ്പെടുത്താം എന്നൊന്നും കരുതണ്ട. ഇനി മറ്റൊരു കാര്യം, ഇത് എന്തുകൊണ്ടാ ഇതുപോലെ ഈ സാഹചര്യത്തെ ഉപയോഗം ചെയ്യുന്നത്? അവർ ആശങ്കഭരിതരാണ്. ഞങ്ങൾ കേരളത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ കേരളത്തിനെതിരെയുള്ള സമരമുഖം മാറ്റണം, അതിന്റെ ലക്ഷ്യം മാറ്റണം. അതിന് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉപയോഗിക്കണം. എല്ലാ കാലവും CPM നടത്തുന്ന അടവ് തന്ത്രമാണത്. ആ അടവ് തന്ത്രമാണ് ഇവിടെയും അവർ പ്രയോഗിക്കുന്നത്. കേരളയിൽ സമരമുഖത്ത് ഞങ്ങൾ ഉറച്ചു നിൽക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടാത്ത ഈ കേരളയിൽ അത് വരാതിരിക്കാനുള്ള സർവ പ്രതിരോധങ്ങളും ഞങ്ങൾ തീർക്കും. ഒരാൾ പോലും അംഗീകരിക്കാത്ത പ്രൊജക്ട്, ഒരു DPR പോലും ജനങ്ങളുടെ മുമ്പിൽ വെക്കാത്ത പ്രൊജക്ട്, എന്ത് കഷ്ടം, എന്ത് നഷ്ടം, എന്ത് ലാഭമെന്ന് കൃത്യമായി സത്യസന്ധമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന ഒരാധികാരിക രേഖയില്ലാത്ത കേരളയിൽ ജനങ്ങൾക്ക് വേണ്ട എന്ന് ജനങ്ങൾ ഒന്നടങ്കം പറയുമ്പോൾ
ആ അഭിപ്രായത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് കേരളയിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് ധിക്കാരത്തോടെ പറയുന്ന മുഖ്യമന്ത്രി ഒരു ജനാധിപത്യ സംവിധാനത്തിന് അപമാനകരമാണ്. അതുകൊണ്ട് കേരളയിൽ സമരത്തിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമെന്ന് ഞാൻ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ ഒരു പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിനെ തളർത്തുമെന്നോ തകർക്കുമെന്നോ നിങ്ങൾ കരുതരുത്. ഇതൊക്കെ കണ്ട് KPCC പ്രസിഡന്റ് നമ്മുടെ മലബാറിൽ ചൊല്ലുണ്ട്, ഉമിയിട്ട് ഒളിക്കുക എന്ന്. ഒളിക്കാൻ പോവും എന്നൊന്നും ആരും കരുതരുത്. ഇതെല്ലാം കണ്ടു വളർന്ന പരിചയസമ്പന്നനായ രാഷ്ട്രീയക്കാരനാണ് ഞാൻ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഞാൻ പഠിച്ചതുപോലെ ഏറെ ആളുകളൊന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഉമ്മാക്കിക്ക് മുമ്പിൽ തലകുനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവും പ്രസ്ഥാനവും അല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. മരിച്ച കുടുംബത്തോടുള്ള ഞങ്ങളുടെ ആദരവും ബഹുമാനവും ഒക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് ഒരു പ്രതിബന്ധമല്ല. മനുഷ്യനെ സ്നേഹിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. മനുഷ്യനെ കൊല്ലാനല്ല ഈ പാർട്ടി, മനുഷ്യനെ സംരക്ഷിക്കാനാണ് ഈ പാർട്ടി എന്ന് മാത്രമാണ് എനിക്ക് ഇവിടുത്തെ ഇടതുപക്ഷത്തെയും കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള, കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ സുധാകരനിസാണ്, ബാക്കിയെല്ലാം പിണറായിസമാണ്, ഇത് സുധാകരനിസാണ്. പക്ഷേ സുധാകരനിസം കൺസ്ട്രക്റ്റീവാണ്, പോസിറ്റീവാണ്, നെഗറ്റീവ് അല്ല, ഡിസ്ട്രക്റ്റീവ് അല്ല. അപലപിക്കണമെങ്കിൽ ഇപ്പോഴും കുത്തിയത് നിഖിലാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളല്ല അതിന് സാക്ഷി, ഞങ്ങളല്ല അത് പറയുന്നത് ഇതിനോടൊപ്പം ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ട SFIയുടെ കുട്ടികൾ പറയുന്നു, കുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. ആരാണ് കുത്തുന്നത് കണ്ടതാരാ? ആരെങ്കിലും കുത്തുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അത് കൃത്യതയില്ല. SP-യുടെ സംസ്ഥാനത്തിൽ അത് പ്രകടമാണ്. പക്ഷേ നിഖിൽ ഉണ്ടായി, നിഖിൽ അവിടെ വീണു, സംഘർഷം ഉണ്ടായി, സാധ്യതകൾ എങ്ങനെയാവാം. പക്ഷേ കുത്തിയെന്ന് നിഖിലോ കുത്തിയെന്ന് SFIയുടെ കുട്ടികളോ പറയാത്ത ചുറ്റുപാടിൽ അത് കണ്ടെത്തേണ്ടത് പോലീസാണ്. നിഷ്പക്ഷമായ അന്വേഷണത്തിലൂടെ അത് കണ്ടെത്തി നിഖിൽ കുറ്റവാളിയാണെങ്കിൽ അതിനെ അപലപിക്കണം എന്നെനിക്കറിയാം. പക്ഷേ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു പാർട്ടി പ്രവർത്തകനെ തള്ളിപ്പറയാൻ KPCC അധ്യക്ഷന്റെ കസേലയിൽ നിന്ന് സുധാകരൻ മെനക്കെടില്ല. ക്രൂരമായ കൊലപാതകം നടത്തിയ CPM-ന്റെ ആളുകളെ നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വാസാവോ? എല്ലാ ആളുകൾക്കും പ്രൊമോഷനല്ലേ? CPM-ന്റെ ആർക്കാ പ്രൊമോഷൻ ഇല്ലാത്ത? അധികാരം കൊടുക്കുന്നു, മറ്റ് സാമ്പത്തിക ആനുകൂല്യം ഉണ്ടാക്കുന്നു. ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികൾ ഇപ്പോ സുഖിക്കുകയല്ലേ? 250 ദിവസമായിട്ട് അവർ പുറത്തല്ലേ? ജയിലിൽ കിടക്കുന്നവരല്ലേ? ജയിലിൽ ഇരുന്നിട്ട് അവർ കേസ് മധ്യസ്ഥം പറയല്ലേ? കള്ളക്കടത്ത് നടത്തുകയല്ലേ? അതിനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊലയാളിയെന്ന് കോടതി വിധി എഴുതിയവനെ സംരക്ഷിക്കുന്ന CPM പാർട്ടിക്ക് എന്നെ വിമർശിക്കാൻ അധികാരം? അധികാരം? ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെയൊക്കെ ഞാൻ ഓർമ്മിക്കാം. ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും ഹീനമായ ഒരു കൊലപാതകത്തിന്റെ കഥ കൂടെ നിങ്ങൾ ശ്രദ്ധയിലേക്ക് സമയത്തോട് ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. CPM നടത്തിയ അത്യന്തം ഹീനമായ 970 സെയിൽ ബാരി കൊല എന്നാണ് എന്റെ പേര്. സെയിൽ ബാരി കൊല 970 മാർച്ച് 17 കാലത്ത് 7:30 ഒരു പറ്റം CPM പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകനായ നാദ കുമാർ സെയിൻ എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് ഇരച്ചു കയറുക. അമ്മയും 2 മക്കളും അവിടെ ഇരിക്കുക. ഈ അച്ഛന്റെയും അമ്മയുടെയും മുമ്പിലിട്ട് ആ 2 മക്കളെ വെട്ടിക്കൊന്നു, കണ്ണ് ചൂന്നെടുത്ത്, എന്നിട്ട് ആ കുട്ടികളുടെ രക്തമെടുത്ത് ചോറിലൊഴിച്ച് അത് ഞമണ്ടി അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച സംഭവം ഈ രാജ്യത്ത് നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ നിങ്ങൾക്ക് പരിശോധിക്കണം. ഇല്ലെങ്കിൽ ഇത് കൊലക്കേസിലെ പ്രതിയായിരുന്നു ആര്? നിരൂപ്സൻ എന്ന് പറയുന്ന ആ കേസിലെ 1-ാം പ്രതി. ആ നിരൂപ്സൻ പിന്നീട് ബുദ്ധദേവ ഭട്ടാചാര്യയുടെയും ജ്യോതി ബാസുവിന്റെയും മന്ത്രിസഭയിൽ മന്ത്രിയായി. അതിനോടൊപ്പം പ്രതിയായിരുന്ന 2 പേർ ആരൊക്കെ? വിനോയ് കൊനാർ, അനിൽ ബാസു എന്നിവർ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളാക്കിയ പാർട്ടിയാണിത്. ഒരമ്മയും 2 മക്കളും അച്ഛന്റെയും അമ്മയുടെയും മുമ്പിൽ ആ മക്കളെ വെട്ടിക്കൊന്നു
കണ്ണ് പിഴുതെടുത്ത് ചോറിലിട്ട് ചോറ് ഞമണ്ടി അമ്മയെ കൊണ്ട് തീറ്റിപ്പിച്ച ക്രൂരത കാണിച്ചിട്ട് CPM-ന്റെ ആളുകൾ എന്നെ വിമർശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊന്നും ഇല്ലെന്ന് പറയാൻ എനിക്ക് നാവ് ധരിക്കുക. കേസിൽ പ്രതി ബാക്കി ആളുകൾ പ്രതിയല്ലേ? സംഭവത്തിന്റെ അകത്ത് അസ്വാഭാവികം. നിഖിൽ പൈലി കേസിൽ പ്രതിയാകുന്നത് സ്വാഭാവികം. കാരണം ആ സംഘർഷ പ്രദേശത്ത് നിഖിലുണ്ട്. സംഘർഷ പ്രദേശത്ത് ഇല്ലാത്ത 5 പ്രതിയാണ് അദ്ദേഹം. ഈ അക്രമം അദ്ദേഹം എന്തിനാ പ്രതിയല്ലേ ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജീവൻ രക്ഷിക്കാൻ, ജീവൻ രക്ഷിക്കാൻ ഇവരിൽ നിന്ന് ഒഴിഞ്ഞു മാറി 350 മീറ്റർ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരുത്തനാണ് നിഖിൽ. മറക്കണ്ട. നിങ്ങള് കോളേജ് ഗേറ്റിൽ നിന്ന് എന്തിനാ പുറത്തുള്ളവൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ തല്ലിയപ്പോ ഓടി ഇവന്റെ പിറകെ ഓടി. ആ പിറകെ 350 മീറ്റർ ഓടി. 350 മീറ്ററിന് ഓടി അവിടെ വളഞ്ഞിട്ടപ്പോ നിഖിൽ അവിടെ വീണു. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ആ സംഭവം കാണണം. അവൻ കൊല്ലാനാണ് ഓടിയതല്ല, രക്ഷപ്പെടാനാണ് അവൻ ഓടിയത്. ഇനി ആത്മരക്ഷാർത്ഥം കുത്തിയെന്ന് പറയാമെങ്കിൽ ആത്മരക്ഷാർത്ഥം കുത്തിയത് കണ്ട ഒരാൾ വേണ്ടേ? ആത്മരക്ഷാർത്ഥം കുത്താം, ആ സാധ്യത ഞാൻ തള്ളുന്നില്ല. പക്ഷെ ആത്മരക്ഷാർത്ഥം കുത്തിയാൽ ഈ തൊട്ട് പിറകിൽ വീണ SFIയുടെ കുട്ടികൾ കാണണ്ടേ? ആ കുട്ടികളല്ലേ പറയുന്നത് ഞങ്ങൾ കണ്ടില്ല, ഇടികൊണ്ട് വീഴുന്നത് പോലെ ദേഹത്ത് വീണു, ഞങ്ങൾ ധരിച്ചു ഇടികൊണ്ട് വീണതാണെന്ന, കുത്തുന്നത് ഞങ്ങൾ കണ്ടില്ല എന്ന കുട്ടികൾ പറയുന്നു പച്ചയിൽ. മറ്റു 2 കുട്ടികൾ അവരും പറയുന്നു അതുപോലെ മറ്റൊരു സ്ഥലത്ത് വെച്ച്. ഇവരിവിടെ ആശുപത്രി എന്ന് പറയുന്നു, മറ്റു കുട്ടികൾ അവിടെ നിന്ന് പറയുന്നു ഞങ്ങളെ പിള്ളേരല്ലല്ലോ. SFIക്കാരല്ലേ പറയുന്നത്? SFIക്കാരെ വാദെടുത്തൂടെ? SFIക്കാരെ വാക്കുകൾ വിശ്വസിച്ചൂടെ? അവരെ കണ്ടിട്ടില്ല നിഖിൽ കുത്തുന്നത്, പിന്നെ അവരെ നിഖിൽ കുത്തിയെന്ന് പറയുന്നത്. നിശ്ചയമായും നിരപരാധിത്വമുണ്ടെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായി പ്രൊട്ടക്ട് ചെയ്യും, ഒരു സംശയം വേണ്ട. നിരപരാധിത്വമാണ്, ഞങ്ങൾ നിരപരാധികളെന്നാണ് കരുതുന്നത് ഇപ്പോഴും. അതുകൊണ്ടല്ലേ ചിലൊക്കെ വാശി പറയുന്നത്. അവർ ചെയ്തു, നിഖിൽ ചെയ്തു എന്ന് അത് സംശയാതീതമായി തെളിയിക്കാനുള്ള എവിഡൻസ് പോലീസ് ഉണ്ടാക്കട്ടെ. അതുവരെ ഒരാളെ കുറ്റക്കാരെന്ന് പറയുന്നത് എങ്ങനെ? തെളിവില്ലാതെ കുറ്റക്കാരെന്ന് പറയുന്നത് എങ്ങനെയാ? നിങ്ങൾ എങ്ങനെയാണ് മുൻപിട്ട് വിരിക്കേണ്ടത്? പത്രക്കാരാണോ അല്ല പോലീസാണോ? അല്ലല്ലോ. വിത്ത് എവിഡൻസ് യു ഷുഡ് പ്രൂവ്. എന്നാ പിന്നെ കൈരളി ചാനലെടുത്ത് ഞാൻ തരാം നിങ്ങൾക്ക്. എന്റെ കയ്യിൽ വേണമെങ്കിൽ ഞാൻ എക്സിബിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അല്ല പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് ആ കുട്ടികൾ പറയുന്നുണ്ടോ? ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ വാക്ക് അനിയ പറയുന്നുണ്ടോ? ആദ്യം മുതലുള്ളതൊക്കെ അത് വെക്കാം. ഞാൻ ചോദിക്കുന്നു, നീരജിനെ കുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, അതെന്തിനാണ് അപ്പുറം ഇപ്പുറം നോക്കുന്നത്? നീരജിനെ കുത്തുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തമായ പ്രസ്താവനയല്ലേ? എന്നർത്ഥമില്ല. അത് അർത്ഥമില്ലാത്തത് കൊണ്ട് ആ വാക്ക് ഉപയോഗിച്ചത്. കൊല്ലാൻ ഉദ്ദേശമില്ല, കൊല്ലാൻ പ്ലാനില്ല, കൊല്ലാൻ പരിപാടിയില്ല, കൊല്ലാൻ മനസ്സില്ല. അവൻ ആത്മരക്ഷാർത്ഥം ഓടിയെടുത്തതാണ്. ആ ഓടി അവൻ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ അവന്റെ ജീവൻ രക്ഷിക്കാൻ ചെയ്തിട്ടുണ്ടാകും ചിലപ്പോ ഓനെങ്ങനെ കുറ്റപ്പെടുത്തുന്നത്.